കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. പെരിന്തൽമണ്ണ നഗരസഭയുടെ സാന്ത്വനം സഹവാസ ക്യാമ്പ് ഫെബ്രുവരി 5 മുതൽ 14 വരെ കാഞ്ഞിരക്കുന്ന് കോളനിയിലെ സൈമൺ ബ്രിട്ടോ കേന്ദ്രത്തിൽ വെച്ച് നടക്കും. പെരിന്തൽമണ്ണ നഗരസഭയിലെ ആരോഗ്യപരമായ പരിമിതികൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്കും അരയ്ക്കു താഴെ തളർന്നവർക്കും പുതിയ ജീവിതപാത ഒരുക്കുന്നതിന് നഗരസഭ ആരംഭിച്ച സവിശേഷമായ പദ്ധതിയാണ് സാന്ത്വനം സഹവാസ ക്യാമ്പ്. 2013 മുതൽ നഗരസഭ നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി കൂടിയാണിത്. ഈ വർഷത്തെ സഹവാസ ക്യാമ്പ് ഫെബ്രുവരി 5 മുതൽ 14 വരെ കാഞ്ഞിരക്കുന്ന് കോളനിയിലെ സൈമൺ ബ്രിട്ടോ കേന്ദ്രത്തിൽ വെച്ച് വിപുലമായി നടത്തും. ഭിന്നശേഷിക്കാരും അരയ്ക്കു താഴെ തളർന്നവരുമായി 120 പേർ ക്യാമ്പിൽ താമസിക്കുകയും 300ഓളം പേർ ദിവസവും വന്നു പോകുന്ന രീതിയിലുമാണ് ക്യാമ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 2013 മുതൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നടത്തി വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി നടത്തി വരുന്നതാണ് നമ്മൾ സ്വാതന്ത്ര്യം ക്യാമ്പ്. അപ്പോൾ അതിൻ്റെ ക്യാമ്പ് നമ്മൾ ഈ 5-ാം തീയതി വ്യാഴാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഒരുവിധം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. സഹവാസ ക്യാമ്പ്, തൊഴിൽ പരിശീലനം, കലാപരിപാടികൾ, വിപണനമേള, യോഗ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പ്, തൊഴിൽ മേള, സംവാദങ്ങൾ, കുടുംബസംഗമം തുടങ്ങി വിവിധ സെഷനുകളിലായി 10 ദിവസമാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനം നടത്തും. അതോടൊപ്പം അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറും. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് മികവ് തെളിയിച്ചവരും പരിപാടിയിൽ പങ്കെടുക്കും. ഭിന്നശേഷിക്കാരുടെ ഒരു ഉത്സവമായിട്ടാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ എടുത്തു പറയാവുന്ന രീതിയിലുള്ള ഒരു ഭിന്നശേഷിക്കാരുടെ ഒരു ക്യാമ്പ്, ഒരു ബിൽഡിങ്ങോട് കൂടി നമ്മളവിടെ സ്ഥിരമായിട്ടവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജൂബിലി റോഡിലെ ജോൺ ബ്രിട്ടാസ് ഭിന്നശേഷിക്കാരുടെ സെൻറ്റർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സൈമൺ ബ്രിട്ടാസിൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളെല്ലാ കൊല്ലവും അവരെ ഈ നമ്മുടെ പ്രദേശത്തുള്ള മുനിസിപ്പാലിറ്റിക്ക് അകത്തും പുറത്തുമുള്ള 100ഓളം ആളുകളെ ക്ഷണിച്ചു വരുത്തി അവർക്ക് നമുക്ക് വേണ്ടുന്ന പരിപാലനങ്ങൾ നടത്തുകയും അവരുടെ മെഡിക്കൽ സംബന്ധമായ എല്ലാ അവരുടെ ഓരോ ദിവസം ഓരോ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള വിദഗ്ധന്മാരുടെ ചികിത്സ നടത്തുക, അതുപോലെ ഈ ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ പരിപാലിക്കുന്ന ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, അവരുടെ ഉപദേശങ്ങളും അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും നടപ്പിലാക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കപ്പെടേണ്ട ആളുകളെ ഒരു എൻ്റർടൈൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ഉത്സവ പ്രതീതിയോടുകൂടി ഇത് നമ്മൾ നടത്തിക്കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.